ES6 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഒരു അറേൻ്റെ അകത്തുള്ള ഡ്യൂപ്ലിക്കേറ്റ്സ് എലമെന്റ്സ് റിമൂവ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ വീഡിയോയിൽ അത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു പർട്ടിക്കുലർ അറേ നോക്കുക. ഇതിൽ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ്സ് എലമെന്റ്സ് ഉണ്ട്. അപ്പം ഈ ഒരു പർട്ടിക്കുലർ ലൈൻ ഓഫ് കോഡ് ഇവിടെ ഫോർത്ത് ലൈനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ യൂസ് ചെയ്യുന്നത് സെറ്റ് എന്നുള്ള മെത്തേഡാണ്. അതാണ് ES6 ഇൻട്രൊഡ്യൂസ് ചെയ്ത മെത്തേഡ്. ഈ മെത്തേഡിലേക്ക് ഈ ഒരു അറേ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യുണീക്ക് അറേ കിട്ടും. ഈ ഒരു ലൈൻ ഓഫ് കോഡ് നിങ്ങൾക്ക് നെറ്റിൽ എവിടെ പോയാലും നിങ്ങൾക്ക് ഇത് കിട്ടും. പക്ഷേ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയോ? ഇൻറ്റേർണലി ഈ ഒരു പർട്ടിക്കുലർ ഷോർട്ട് കട്ടായിട്ട് എഴുതിയ സാധനം നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അതിന് നമുക്ക് താഴോട്ട് പോകാം. ഫസ്റ്റ് നിങ്ങളൊരു സെറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സെറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ്സ് എലിമെൻറ്റ്സ് സെറ്റ് സ്റ്റോർ ചെയ്യില്ല. ഇറ്ററേറ്റ് ചെയ്യുന്ന സമയത്ത് ഡ്യൂപ്ലിക്കേറ്റ്സ് എലിമെൻറ്റ്സ് സ്റ്റോർ ചെയ്യില്ല, അത് സ്കിപ്പ് ചെയ്യും. അപ്പം ഇനീഷ്യലി നിങ്ങളൊരു സെറ്റ് ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് സെറ്റ് എന്തായിരിക്കും? എം ടി ആയിരിക്കും, ഒരു എം ടി ഒബ്ജക്റ്റ് ആയിരിക്കും. പിന്നെ ഇറ്ററേഷൻ തുടങ്ങും. ഇറ്ററേഷൻ തുടങ്ങിയിട്ട് ഇവിടെ അറേയിൽ ഒന്നാമത്തെ എലമെൻറ്റ് നോക്കും, ഒന്ന് ഈ സെറ്റിലുണ്ടോ? ഇല്ല, അപ്പോൾ ഒന്ന് ആഡ് ചെയ്തു. പിന്നെ രണ്ടാമത്തെ ഇറ്ററേഷനിൽ ഇവിടെ ഏതാ? പിന്നെ ഒന്നാണ് വരുന്നത്. അപ്പം രണ്ടാമത്തെ ഇറ്ററേഷനിൽ ഒന്ന് ആഡ് ചെയ്യില്ല. ഓക്കെ, ഇനി മൂന്നാമത്തെ ഇറ്ററേഷനിലേക്ക് പോകും. മൂന്നുണ്ടോ നോക്കും. മൂന്നുണ്ടെങ്കിൽ മൂന്നില്ലല്ലോ, അപ്പം 3 ആഡ് ചെയ്യും. ഇനി നാലാമത്തേലേക്ക് പോകും. നാലാമത്തെ 2 ഉണ്ടോ നോക്കും. ഇല്ല എങ്കിൽ അതിൽ ആഡ് ചെയ്യും, ഉണ്ട് എങ്കിൽ അത് സ്കിപ്പ് ചെയ്യും. അങ്ങനെയാണ് സെറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങളിവിടെ ഈ സെറ്റ് ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ അറേൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും ഇറ്ററേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടും. ഇതാണ് നിങ്ങളുടെ ലോഗിൽ പ്രിൻ്റ് ചെയ്യുക. ഇനി ഇത് സെറ്റാണ്. ഇത് നമുക്ക് അറേ ഓഫ് എലിമെൻറ്റ്സ് ആക്കി മാറ്റണം, അതായത് യുണീക്ക് അറേ ആക്കി മാറ്റണം. അപ്പോൾ ഈ സെറ്റിൻ്റെ അകത്തുള്ള എല്ലാ വാല്യൂസും നമുക്ക് പുൾ ചെയ്തെടുത്തിട്ട് പുതിയൊരു അറേയിലേക്ക് ഇടണം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ സ്പ്രെഡ് ഓപ്പറേറ്റർ സെറ്റ് എന്ന് കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ അറേ കിട്ടും, 1 3 2 4. അപ്പോൾ എല്ലാ ഡ്യൂപ്ലിക്കേറ്റ്സും അവിടെ റിമൂവ് ചെയ്തു. ഈ ഒരു പർട്ടിക്കുലർ കോഡ് ഇങ്ങനെ എഴുതുന്നതിന് പകരം ഷോർട്ട് കട്ടായിട്ട് എഴുതിയതാണ് ഇത്, ഈ 4th ലൈനിൽ നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് സെറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ്സ് എലമെൻറ്റ്സ് റിമൂവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.